സമാനതകളില്ലാത്ത ദുരന്തം നേരിട്ട് കണ്ട കുഞ്ഞു കണ്ണുകളിൽ ഇപ്പോൾ പ്രതീക്ഷയുടെ പൂത്തിരികളാണ്. ആ കുഞ്ഞു സ്വപ്നങ്ങൾക്ക് നിറം പകരാനാണ് മാതൃഭൂമി ചോളമണ്ഡലം ഫിനാൻസിയേഴ്സുമായി കൈകോർത്തത്. ഒരു ദിവസത്തെ ഹാപ്പിനെസ് യാത്ര. രാവിലെ മേപ്പാടിയിൽ നിന്ന് പുറപ്പെട്ട സംഘം ആദ്യമെത്തിയത് കൽപ്പറ്റ പുളിയാർമലയിലെ മഹാത്മാഗാന്ധി മ്യൂസിയത്തിൽ. ജില്ലാ കലക്ടർ DR മേഘശ്രീയും മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാറും അവിടെ കുഞ്ഞുങ്ങൾക്കൊപ്പം ചേർന്നു. ജില്ലാ കളക്ടറാണ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഒത്തിരി നല്ല കാര്യമാണ്. ആക്ച്വലി കുട്ടികൾക്ക് ഒരു എക്സ്പോഷർ ഒരു എക്സ്പ്രഷനാണ്, അവർക്കൊരു പുതിയ ഒരു ഇതാണ്. എസ്പെഷ്യലി ഡിസാസ്റ്റർ അഫക്റ്റഡ് കുട്ടികളായതുകൊണ്ട് നമുക്ക് ഒരു ഫ്രഷ്നെസ് അവർക്ക് കിട്ടി. കോഴിക്കോട്ടേക്ക് തിരിക്കും മുമ്പ് പുളിയാർമലയിൽ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാറിന്റെ വീട്ടിലും ലൈബ്രറിയിലും അല്പനേരം. സാറിന്റെ വീട്ടിൽ വന്നിട്ട് പേര് ചോദിച്ചില്ല. നല്ലൊരു യാത്രാനുഭവം കൊടുക്കുക, അവർക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇന്ന് രാവിലെ കോഴിക്കോട് പോയി രാത്രി ചുറ്റും പരിഹരിച്ചിട്ട് നല്ലൊരു അനുഭവം അവർക്ക് മാറും. ഇതെല്ലാവരുടെ മുഖത്തുള്ള സന്തോഷമുണ്ട്, പുറത്തു പോകുന്നു എന്നുള്ളതില്ല. അങ്ങനെ ഒരു അവിടെ ദുരന്തം ബാധിച്ച ആൾക്കാരുടെ മാനസികത കുറേ കൂടി നല്ല രീതിയിലാക്കാൻ വേണ്ടി ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്. പാചക വിദഗ്ധ ആബിദ റഷീദിന്റെ വീട്ടിലായിരുന്നു കുഞ്ഞുമക്കൾക്ക് ഉച്ചഭക്ഷണം. കുട്ടികളെ സ്വീകരിക്കാൻ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പും എത്തി. ഇനി ഒരുപാട് സപ്പോർട്ട് വേണം അവർക്ക്. അപ്പം ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇനിയും അവർക്ക് ഒരുപാട് ഉണ്ടാവട്ടെ. വയറു നിറയെ ബിരിയാണിയും സമ്മാനപ്പൊതികളും നൽകിയാണ് ആബിദ കുഞ്ഞുങ്ങളെ യാത്രയാക്കിയത്. രാമനാട്ടുകരയിൽ മാതൃഭൂമി പ്രസ് കാണാനെത്തിയ കുട്ടികളെ മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ മധുരം നൽകി സ്വീകരിച്ചു. പഴയ കാലത്ത് കൈകൊണ്ട് എണ്ണി കയറുകൊണ്ട് കിട്ടുന്ന ഒരു സംവിധാനമായിരുന്നു. അതൊക്കെ പുതിയ ടെക്നോളജിയിൽ അതൊക്കെ മാറി. എല്ലാവരും ചേർന്ന് ഓഫീസ് പരിസരത്ത് വൃക്ഷത്തൈയും നട്ടു. ഫറൂഖിലെ PWD റെസ്റ്റ് ഹൗസിൽ കുഞ്ഞുങ്ങളെ വരവേറ്റത് 2 വിശിഷ്ടാതിഥികളായിരുന്നു. ചലച്ചിത്ര താരം ആസിഫ് അലിയും മന്ത്രി മുഹമ്മദ് റിയാസും. എപ്പോഴും കുട്ടികളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഈ തിരക്കിനിടയിൽ ഒന്നും ചിന്തിക്കാതെ കുറെ കൃത്യം അറിയാന്ന് പറയില്ല. തുടർന്നുള്ള ജലയാത്രയിലും ആസിഫ് അലി കുഞ്ഞുങ്ങൾക്കൊപ്പം ചേർന്നു. ഹാപ്പിനെസ് യാത്രയുടെ സായാഹ്നം സംഗീത സാന്ദ്രമായിരുന്നു. ഇഷ്ടഗാനങ്ങൾ പാടിയും തമാശകൾ പങ്കുവച്ചും ഗായിക റിമി ടോമി കുട്ടികൾക്കൊപ്പം ചേർന്നു. മധുരിക്കുന്ന ഓർമ്മകളുമായി മുണ്ടക്കൈയിലെ കുഞ്ഞുമക്കൾ രാത്രിയോടെ ചുരം കയറി. ശരിക്കും ഒരു ഹാപ്പിനെസ് യാത്ര. മാതൃഭൂമി ന്യൂസ്, വയനാട്.